നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ വ്യവസായവുമായി സഹകരിക്കാൻ സൗദിയുടെ തീരുമാനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. സൗദിയിലെ സർക്കാർ മേഖലയിൽ പെരുന്നാൾ അവധി 5 ദിവസമായി നിജപ്പെടുത്തി. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന പ്രതിവാര സൗദി മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ സുപ്രധാനമായ പല തീരുമാനങ്ങളും മന്ത്രിസഭ പാസാക്കി. സർക്കാർ സ്ഥാപനങ്ങളിലെ പെരുന്നാൾ അവധി പരമാവധി 5 ദിവസമായി നിജപ്പെടുത്താൻ മന്ത്രിസഭ അംഗീകാരം നൽകി. ബലിപെരുന്നാളിനും ചെറിയ പെരുന്നാളിനും ഈ നിയമം ബാധകമാണ്. സർക്കാർ സ്ഥാപനങ്ങൾ, അതോറിറ്റികൾ, സർക്കാർ പദ്ധതികൾ തുടങ്ങിയവയിലെല്ലാം 4 മുതൽ 5 ദിവസം വരെയായിരിക്കും അവധി. ഇന്ത്യയിലെ ടെക്സ്റ്റൈൽസ് മേഖലയുമായി സഹകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കരട് ധാരണാപത്രം തയ്യാറാക്കാനും ഒപ്പുവെക്കാനും സൗദി വ്യവസായ ധാതു വിഭവ മന്ത്രിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിന് സൗദിയിൽ ബ്രാഞ്ചുകൾ അനുവദിക്കാനും ക്യാബിനറ്റ് അംഗീകാരം നൽകി. 24 ജിദ്ദ. UAE-യിൽ നാഷണൽ മീഡിയ ഓഫീസിന് പുതിയ ചെയർമാനെ നിയമിച്ചു. ഷെയ്ഖ് അബ്ദുള്ള ബിൻ മുഹമ്മദ് അൽ ഹമദാണ് ചെയർമാൻ. മന്ത്രി പദവിയോടെയാണ് പുതിയ നിയമനം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നിഹാനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. കുവൈറ്റിൽ ജോലി സ്ഥലങ്ങളിലെ വിവിധ പ്രശ്നങ്ങളും മറ്റും കാരണം ഒളിച്ചോടിയെത്തുന്ന വിദേശ തൊഴിലാളികൾക്കുള്ള അഭയ കേന്ദ്രത്തിലെ അന്തേവാസികൾക്ക് മാനവശേഷി സമിതിയുടെ നേതൃത്വത്തിൽ തൊഴിൽ പരിശീലനം നൽകും. പ്രാഥമിക ഘട്ടത്തിൽ 48 സ്ത്രീകൾക്ക് പൂക്കളം ഒരുക്കുന്നതിനാണ് പരിശീലനം നൽകുന്നത്. പബ്ലിക് ലേബർ അതോറിറ്റി, സിവിൽ സൊസൈറ്റി സംഘടനകൾ, പബ്ലിക് ബെനഫിറ്റ് അസോസിയേഷനുകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വനിതാ തടവുകാർക്ക് പൂക്കളം ഒരുക്കാനുള്ള കഴിവ് നൽകുക, അതുവഴി അവരെ സാമൂഹിക ഇടപെടലുകൾക്ക് പ്രാപ്തരാക്കുക എന്നിവയാണ് ലക്ഷ്യമെന്ന് മാനവശേഷി സമിതി പൊതുസമ്പർക്ക വിഭാഗം ഡയറക്ടർ അസീൽ അൽമാസിദ് പറഞ്ഞു. പ്രജറ ചാവക്കാട് UAE ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ പ്രജറ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ദുബായ് സ്റ്റാർ ഇന്റർനാഷണൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ കോർണർ വേൾഡ് FC ചാമ്പ്യന്മാരായി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-നെതിരെ 5 ഗോളുകൾക്ക് റിനം FC-യാണ് കോർണർ വേൾഡ് പരാജയപ്പെടുത്തിയത്. UAE-യിലെ പ്രമുഖ 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കേരള ഫുട്ബോൾ അസോസിയേഷനുമായി സഹകരിച്ചായിരുന്നു മത്സരം. പ്രജറ ചെയർമാൻ സുശീലൻ വാസു മത്സരം കിക്ക് ഓഫ് ചെയ്തു. ഖത്തറിലെ പ്രവാസികൾക്കായി ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന സൗജന്യ ഹെൽത്ത് ആൻഡ് വെൽനസ് പരിപാടി ശ്രദ്ധേയമാകുന്നു. മികച്ച പരിശീലകരുടെ നേതൃത്വത്തിൽ ദോഹയിലെ മുൻതസ പാർക്കിലാണ് വ്യായാമ പരിശീലന പരിപാടികൾ നടക്കുന്നത്. പ്രവാസികളുടെ ശാരീരിക മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമാക്കി ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് രൂപം നൽകിയ ആർട്സ് ആൻഡ് വെൽനസ് സൊസൈറ്റിയാണ് 2020 മുതൽ ആഴ്ചയിൽ 3 ദിവസവും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ശനി, തിങ്കൾ, ബുധൻ ദിവസങ്ങളിൽ വൈകിട്ട് 7:30 മുതൽ 8:30 വരെ പ്രശസ്തരായ പരിശീലകരുടെ കീഴിൽ മുടങ്ങാതെ നടത്തിവരുന്ന ഫിറ്റ്നസ് പരിപാടിയിൽ പങ്കെടുക്കാൻ വീട്ടമ്മമാർ മുതൽ കുട്ടികൾ വരെയുണ്ട്. തികച്ചും ശാസ്ത്രീയമായ വ്യായാമ മുറകൾക്കൊപ്പം സാമ്പാ നൃത്തവും കുങ്ഫുവും മറ്റു വിവിധതരം പരിശീലനങ്ങളും ഇവർ നൽകുന്നു. ഇപ്പോഴത്തെ കാലത്ത് ആരോഗ്യം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തു വരുന്ന, നമ്മൾ കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് ശീലിച്ചു വരുന്ന ചില കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്കുള്ളത്. ആരോഗ്യത്തിനെ കുറിച്ച് ശരിക്കും ഇവർക്ക് ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ ഇവർ ആരോഗ്യത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുള്ളൂ. അല്ലെങ്കിൽ ഏർലി ഡയബറ്റിക് സ്റ്റേജും അതേപോലെ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഹാർട്ട് അറ്റാക്ക് കുറേ ആൾക്കാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റം വരുന്നതാണെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കോവിഡ് കാലം അടിച്ചേൽപ്പിച്ച കടുത്ത മാനസിക സമ്മർദ്ദം മാത്രമല്ല, താളം തെറ്റിയ ജീവിതശൈലിയും പ്രവാസികളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടർന്നാൽ ശേഷകാലം മരുന്നില്ലാതെ സന്തോഷത്തോടെ കഴിയാമെന്നും ഇവർ പറയുന്നു. വന്നിട്ട് ഒരു ഓൾമോസ്റ്റ് 2 months ആയി. എനിക്ക് ഒരു ദിവസം പോലും മിസ് ചെയ്യണമെന്നില്ല. ഇതിന് മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്ന ഇവിടെ വന്നിട്ട് നമുക്ക് നാട്ടിലൊരു ഫീൽ തന്നെ തോന്നുന്നുണ്ട്. നിങ്ങൾ ഈ പ്രായത്തിലും വളരെ സജീവമായിട്ട് ഇതിൽ കാണുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫീൽ? നമ്മൾ വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഇത് പോണത്. നമ്മൾ ആരും വന്നില്ലെങ്കിലും ഉമ്മ എപ്പോൾ എല്ലാ വിശേഷത്തിലും ഉമ്മ ഉണ്ടാവും. നമുക്ക് ആക്ച്വലി മോട്ടിവേഷനാണ്. നമ്മളൊക്കെ കഥച്ച് നിൽക്കുമ്പോഴും ഉമ്മ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ചെയ്യണം, നമ്മൾ എന്തുകൊണ്ട് ചെയ്യാതിരിക്കുന്നു. 2020 തുടങ്ങിയ ആർട്സ് ആൻഡ് വെൽനസ് 3-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 700ഓളം സ്ഥിരം അംഗങ്ങളും ദിവസവും 50 മുതൽ 70 പേർ വരെ ഈ സൗജന്യ സേവനം പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനമെന്ന് വിശ്വസിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്ന ഈ സ്ഥിരോത്സാഹത്തിനും സ്നേഹത്തിന്റെ കൂട്ടായ്മയ്ക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അൻവർ പാലേരി, 24 ദോഹ.
ICF ഇന്റർനാഷണൽ കൗൺസിൽ നേതാക്കളുടെ സ്നേഹസഞ്ചാരം സമാപിച്ചു. ഷാർജയിൽ പാകിസ്ഥാൻ സോഷ്യൽ സെന്റർ ഹാളിൽ ഒരുക്കിയ സ്വീകരണം ICF UAE നാഷണൽ പ്രസിഡന്റ് മുസ്തഫ ദാരിമി കണാങ്കോട് ഉദ്ഘാടനം ചെയ്തു. പരിപാടിയോടനുബന്ധിച്ച് ICF പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ ആറ്റക്കോയ തങ്ങൾ, ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് ഹബീബ് കോയ തങ്ങൾ എന്നിവർ പ്രാർത്ഥന നടത്തി. ICF ഇന്റർനാഷണൽ സെക്രട്ടറി നിസാർ സഖാഫി ഒമാൻ സന്ദേശ പ്രഭാഷണം നടത്തി. മദീനയിൽ നിന്നാണ് സ്നേഹസഞ്ചാരം ആരംഭിച്ചത്. കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ബസേലിയോ സുവർണ പുരസ്കാരം റവറന്റ് ഇമ്മാനുവേൽ ബെഞ്ചമിൻ ഗരീബിന് സമ്മാനിച്ചു. കുവൈറ്റിലെ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. മാത്യൂസ് വർഗീസ്, കുര്യൻ വർഗീസ്, കുവൈറ്റ് മേഖലാ കോർഡിനേറ്റർ KS വർഗീസ് എന്നിവരാണ് ജൂറി അംഗങ്ങൾ. 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വല സ്വീകരണം. കൊച്ചിയിൽ നടന്ന റോഡ് ഷോയിൽ വൻ ജനാവലിയാണ് പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാനെത്തിയത്. പൂക്കൾ വിതറിയും കൈകൾ വീശിയും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രധാനമന്ത്രിയെ പ്രവർത്തകർ സ്വീകരിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി V മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിച്ചു. ഹെലികോപ്റ്ററിൽ കൊച്ചി നാവികസേന ആസ്ഥാനത്തേക്ക് 7:15 നാവികസേന ആസ്ഥാനത്ത് പ്രധാനമന്ത്രിയെ വഹിച്ചുള്ള ഹെലികോപ്റ്റർ എത്തി. 7:40 റോഡ് മാർഗം കൊച്ചി നഗരത്തിലേക്ക്. KPCC ജംഗ്ഷനിൽ നിന്ന് തുറന്ന വാഹനത്തിൽ വഴിയോരങ്ങളിൽ കാത്തുനിന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. പുഷ്പവൃഷ്ടിയോടെ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് ഇരട്ടി ആവേശത്തിൽ പ്രവർത്തകർ. നാളെ രാവിലെ 7 മണിയോടെ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പോകും. തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം തിരികെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. മറൈൻ ഡ്രൈവിൽ നടക്കുന്ന BJP പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരികെ ഡൽഹിയിലേക്ക് മടങ്ങും. 24 കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തൃശൂരിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ച് TN പ്രതാപൻ MP. തൃശൂരിൽ പ്രധാനമന്ത്രി മത്സരിച്ചാൽ നേരിടാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് TN പ്രതാപൻ പറഞ്ഞു. BJP സംഘടിപ്പിച്ച വനിതാ മഹാസംഗമത്തിന് ബദലായി കോൺഗ്രസ് തൃശൂരിൽ മഹാസംഗമം സംഘടിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിലെത്താനിരിക്കെയാണ് TN പ്രതാപൻ MPയുടെ വെല്ലുവിളി. നരേന്ദ്രമോദി തൃശൂരിൽ മത്സരിക്കണമെന്നാണ് ആഗ്രഹമെന്നും പ്രധാനമന്ത്രിയെ നേരിടാൻ UDF സജ്ജമാണെന്നും TN പ്രതാപൻ പറഞ്ഞു. ഞങ്ങൾക്ക് സത്യത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം തൃശ്ശൂരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി UDFനെതിരെ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രധാനമന്ത്രി മത്സരിക്കാൻ വന്നാൽ വി ആർ ഓൾസോ റെഡി. ഞങ്ങൾ അതിനു വേണ്ടി പോലും സജ്ജമാണ്. ഞങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയും UDFും തമ്മിലാണ് തൃശ്ശൂരിലെ മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. ഞങ്ങൾ ഭയങ്കര ത്രില്ലില്ല, ഭയങ്കര ഹരത്തില, ഭയങ്കര ആവേശത്തില. മണിപ്പൂരിലെ കാര്യങ്ങൾ നോക്കാൻ ആണുങ്ങളുണ്ടെന്ന് പറഞ്ഞതിന്റെ പാപക്കറ സുരേഷ് ഗോപി എത്ര കിരീടം സമർപ്പിച്ചാലും തീരില്ലെന്നും TN പ്രതാപൻ. മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ മൗനവും അസാന്നിധ്യവും അദ്ദേഹത്തിന്റെ നിസ്സംഗതയും അവിടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അവിടെ നോക്കാൻ വേറെ ആളുകളുണ്ട് എന്നുള്ള പ്രചരണവുമൊക്കെ ഏതെങ്കിലും ഒരു കിരീടം കൊണ്ടോ വഴിപാട് കൊണ്ടോ അതിന്റെ പാപക്കറ കഴുകിക്കളയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും BJPക്കും RSS സംഘപരിവാർ ശക്തികൾക്ക് കഴിയില്ല. അതേസമയം AICC അധ്യക്ഷനെ പങ്കെടുപ്പിച്ച് തൃശൂരിൽ മഹാസംഗമം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. 1 ലക്ഷത്തിലധികം വനിതാ പ്രവർത്തകരും നേതാക്കളും മഹാസംഗമത്തിന്റെ ഭാഗമാകും. സംസ്ഥാനത്ത് 25,177 ബൂത്തുകളിൽ നിന്ന് ബൂത്ത് പ്രസിഡന്റ്, വനിതാ വൈസ് പ്രസിഡന്റ്, BLMR എന്നിങ്ങനെ 3 പേരടങ്ങുന്ന 75,000-ൽ പരം പ്രവർത്തകർ പങ്കെടുക്കും. ഒപ്പം മണ്ഡലം മുതൽ AICC തലം വരെയുള്ള കേരളത്തിൽ നിന്നുള്ള ഭാരവാഹികളെയും പങ്കെടുപ്പിക്കും. മല്ലികാർജുൻ ഖാർഗെ പ്രവർത്തകരുമായി നേരിട്ട് സംവദിക്കും. 24 തൃശൂർ. കേന്ദ്ര അവഗണന ആരോപിച്ച് അടുത്ത മാസം 8-ന് LDF ഡൽഹിയിൽ പ്രതിഷേധിക്കും. ഇന്ന് ചേർന്ന മുന്നണി യോഗത്തിലാണ് തീയതി നിശ്ചയിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരത്തിൽ പങ്കെടുക്കും. ഇന്ത്യ മുന്നണി നേതാക്കളെയും BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ക്ഷണിക്കും. സമരത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണത്തോട് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേന്ദ്ര സർക്കാർ കേരള വിരുദ്ധ സമീപനം തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് സമരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും അണിനിരക്കും. ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കളെയും ക്ഷണിക്കും.
BJP ഭരിക്കുന്നതടക്കം എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് കേരളത്തിന് നിലപാടറിയിച്ച് കത്തയക്കും. ജന്തർ മന്ദറാണ് സമരകേന്ദ്രം. പ്രതിപക്ഷ സഹകരണം തേടി മുഖ്യമന്ത്രി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. കേന്ദ്ര നയത്തിൽ പ്രശ്നമുണ്ടെന്നും അതേസമയം എല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാകില്ലെന്നുമാണ് പ്രതിപക്ഷ നിലപാട്. പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങളുടെ പരസ്പര ധാരണ കൂടുതൽ വ്യക്തമാക്കുന്നതാണ് കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് നീങ്ങണമെന്ന ആശയമെന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ. ഭരണപ്രതിപക്ഷങ്ങളുടെ പരസ്പര ധാരണ കൂടുതൽ വ്യക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഉള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഒരു പുതിയ ഘട്ടമാണ് കേന്ദ്ര അവഗണനക്കെതിരായി ഒരുമിച്ച് സമരം ചെയ്യുക എന്നുള്ള ആശയം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് സമരത്തിനിറങ്ങുന്നത് കേന്ദ്രത്തിനെതിരായ അസാധാരണമായ നീക്കമാണ്. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കവെ KPCC രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിച്ചു. ഡോക്ടർ ശശി തരൂരും പത്മജ വേണുഗോപാലും ചെറിയാൻ ഫിലിപ്പും അംഗങ്ങൾ. സമിതിയിൽ നിന്ന് രാജിവെച്ച VM സുധീരനെ വീണ്ടും ഉൾപ്പെടുത്തി. അംഗങ്ങളുടെ എണ്ണം 21 നിന്ന് 36 ഉയർത്തി. സംസ്ഥാനത്തെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഉൾപ്പെടുത്തിയാണ് രാഷ്ട്രീയകാര്യ സമിതി തെരഞ്ഞെടുക്കുക. പതിവില്ലാതെ ഇത്തവണ രാഷ്ട്രീയകാര്യ സമിതിയിലും ജംബോ കമ്മിറ്റിയായി. അന്തരിച്ച ഉമ്മൻചാണ്ടി, ആര്യാടൻ മുഹമ്മദ് എന്നിവരെ ഒഴിവാക്കി. പാർട്ടി വിട്ട KV തോമസ്, PC ചാക്കോ എന്നിവരെയും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് നീക്കി. നേരത്തെ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച VM സുധീരൻ വീണ്ടും സമിതിയിൽ ഇടം പിടിച്ചു. കൂടുതൽ യുവാക്കളെയും വനിതകളെയും പരിഗണിച്ചാണ് ഇത്തവണത്തെ പട്ടിക. നേരത്തെ ഷാനിമോൾ ഉസ്മാൻ മാത്രമായിരുന്നു രാഷ്ട്രീയകാര്യ സമിതിയിലെ ഏക വനിതാ സാന്നിധ്യം. ഇത്തവണ ബിന്ദു കൃഷ്ണ, പത്മജ വേണുഗോപാൽ, PK ജയലക്ഷ്മി എന്നിവർ കൂടി ഇടം പിടിച്ചു. PC വിഷ്ണുനാഥ്, M ലിജു എന്നിവർ മാത്രമായിരുന്നു മുൻപത്തെ യുവ പ്രാതിനിധ്യം. ഇത്തവണ ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, റോജി M ജോൺ, T സിദ്ദീഖ് തുടങ്ങിയവർ സമിതിയിൽ ഇടം പിടിച്ചു. ശശി തരൂർ രാഷ്ട്രീയകാര്യ സമിതിയിൽ ആദ്യമായി ഉൾപ്പെട്ടു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയ ചെറിയാൻ ഫിലിപ്പും രാഷ്ട്രീയകാര്യ സമിതിയിലെത്തി. 24 തിരുവനന്തപുരം. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പാഠപുസ്തകങ്ങൾക്ക് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകി. 1, 3, 5, 7, 9 ക്ലാസുകളിലെ പുസ്തകങ്ങൾക്കാണ് അംഗീകാരം നൽകിയത്. വേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. 10 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്തെ പാഠപുസ്തകങ്ങൾ സമഗ്രമായി പരിഷ്കരിക്കുന്നത്. 4 ഘട്ടങ്ങളിലായി തയ്യാറാക്കിയ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിഷ്കരണം. ലൈംഗിക വിദ്യാഭ്യാസവും പോക്സോ നിയമങ്ങളും പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഠപുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നതോടൊപ്പം ഡിജിറ്റൽ പതിപ്പും പ്രസിദ്ധീകരിക്കും. നിരവധി പ്രത്യേകതകൾ ഇത്തവണത്തെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലുണ്ട്. എല്ലാ പാഠപുസ്തകങ്ങളിലും ഭരണഘടനാ ആമുഖം ചേർത്തിട്ടുണ്ട്. പാഠപുസ്തക പരിഷ്കരണത്തെ തുടർന്ന് അധ്യാപകർക്കുള്ള അധ്യാപക പുസ്തകങ്ങൾ വികസിപ്പിക്കും. തുടർന്ന് അധ്യാപകർക്ക് നല്ല പരിശീലനവും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ കലാവിദ്യാഭ്യാസം, തൊഴിൽ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. അധ്യാപകർക്ക് പരിശീലനം നൽകുന്നതിനായി പ്രത്യേകം കൈപ്പുസ്തകങ്ങളും ക്ലാസുകളും നൽകും. കുട്ടികളോടുള്ള സമീപനം മെച്ചപ്പെടുത്താൻ രക്ഷകർത്താക്കൾക്ക് വേണ്ടിയും പ്രത്യേകം കൈപ്പുസ്തകങ്ങളുണ്ട്. ഡിജിറ്റൽ പതിപ്പ് ഉൾപ്പെടെയാകും പുസ്തകങ്ങൾ പുറത്തിറക്കുക. 24 തിരുവനന്തപുരം. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ റാലി സംഘടിപ്പിക്കാൻ ഒരുങ്ങി തൃണമൂൽ കോൺഗ്രസ്. ഹസ്രയിൽ നിന്ന് പാക് സർക്കസ് മൈതാനത്തേക്ക് സർവ്വമത റാലിയാണ് തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിക്കുക. റാലി ഐക്യത്തിന് വേണ്ടിയെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതികരിച്ചു. റാലി കാളി മന്ദിറിൽ നിന്ന് ആരംഭിക്കുമെന്നും യാത്ര കടന്നുപോകുന്ന വഴിയിലുള്ള മസ്ജിദുകളും ഗുരുദ്വാരകളും പള്ളികളും സന്ദർശിക്കുമെന്നും മമതാ ബാനർജി അറിയിച്ചു. പ്രാണപ്രതിഷ്ഠ രാഷ്ട്രീയക്കാരുടെ ജോലിയല്ലെന്ന് മമതാ ബാനർജി വിമർശിച്ചു. BJP രാഷ്ട്രീയവൽക്കരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ 3ാം ദിവസത്തെ പര്യടനം നാഗാലാൻഡിൽ തുടരുകയാണ്. കുസാമയിലെ വിശ്വമയിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചത്. യാത്രക്കിടെ കൊഹിമയിൽ വെച്ച് രാഹുൽ മാധ്യമങ്ങളെ കണ്ടു. മണിപ്പൂർ, അയോധ്യ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്കും BJPക്കും രൂക്ഷ വിമർശനം. അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് RSS BJP ചടങ്ങെന്ന് രാഹുൽ. It is difficult for us to go to a political function which is designed around the Prime Minister of India and designed around the RSS. We made it clear that whoever would like to visit the Ram temple among our partners, among our party, is more than welcome to do it. It's difficult for us to visit on the 22nd and say that, you know, this is a Prime Minister's function, this is a RSS function, and
we are going to go. It's not possible. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തത് നാണക്കേടെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നും രാഹുൽ ഗാന്ധി. Yeah, I mean, the status of the India alliance is very good. We are in conversation with our partners. The issue of seat sharing is being taken up. Those discussions are ongoing, and I think they're going quite well. And they're relatively easy discussions to have. So I'm quite confident that they will be resolved. Hindustan ke state mein ഭാരത് ജോഡോ ന്യായ് യാത്രയിലെ ബസ്സിനെതിരായ വിമർശനങ്ങൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തള്ളി. ഇത് സാധാരണക്കാരന്റെ ഖജനാവിൽ നിന്നുള്ള പൈസ എടുത്തിട്ടുണ്ടാക്കുന്നതല്ല ഇത്, മനസ്സിലായല്ലോ. പിന്നെ ഞങ്ങൾ ഈ പറയുന്നത് ഇത് ആഡംബരമാണെന്ന് ഏതെങ്കിലും ഒരാൾ വന്ന് പറയട്ടെ. ആ ബസ് ബാലിശമായ കാര്യങ്ങളാണെന്ന് മാത്രമല്ല, അവർക്കിപ്പം വിരോധം രാഹുൽ ഗാന്ധിയോടാണല്ലോ, മോഡിയോടല്ലല്ലോ. യാത്രക്കിടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ റോഡുകളുടെ ശോച്യാവസ്ഥ വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പങ്കുവച്ചു. മികച്ച റോഡുകൾ ഉണ്ടാക്കിയെന്ന് BJP അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം അതല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. നിതിൻ അംബുജൻ, 24, നാഗാലാൻഡ്. ശ്രീരാമദർശനം എല്ലാവരുടെയും ജീവിതത്തിന് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം മുഴുവൻ ശ്രീരാമ ആഘോഷങ്ങളാണ്. സദ്ഭരണത്തിന്റെയും സാമൂഹിക ജീവിതത്തിന്റെയും പ്രതീകമാണ് ശ്രീരാമനെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आजकल तो पूरा देश राममय है, राम जी की भक्ति में सराबोर है. लेकिन साथियों, प्रभु श्री राम का जीवन विस्तार, उनकी प्रेरणा, आस्था भक्ति के दायरे से कहीं ज्यादा है. प्रभु राम गवर्नेंस के, समाज जीवन में सुशासन के ऐसे प्रतीक हैं जो आपके संस्थान के लिए भी बहुत बड़ी प्रेरणा बन सकते हैं. തിരികെ വാർത്തകളിലേക്ക്. KLF വേദിയിലെ രാഷ്ട്രീയ വിമർശനത്തിൽ MT വാസുദേവൻ നായർക്കെതിരെ G സുധാകരൻ. ഭരണവും സമരവും എന്തെന്ന് പഠിപ്പിക്കാൻ MD വരേണ്ട. ചില സാഹിത്യകാരന്മാർക്ക് ഉൾവിളി. MD പറഞ്ഞപ്പോൾ ആറ്റം ബോംബ് വീണു എന്ന് പറഞ്ഞാണ് ചർച്ച. MTയുടെ വിമർശനം ഏറ്റുപറഞ്ഞ് സാഹിത്യകാരന്മാർ ഷോ കാണിക്കുന്നുവെന്നും G സുധാകരൻ പരിഹസിച്ചു. MD വാസുദേവൻ നായരുടെ പ്രസംഗം വിവാദമാക്കേണ്ടെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. G സുധാകരന്റെ പരാമർശത്തിൽ അദ്ദേഹത്തോട് തന്നെ അഭിപ്രായം ചോദിക്കണമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മാർക്സിസം പഠിക്കാതെ മാർക്സിസ്റ്റാണ് ഇവിടെ ഉണ്ടായില്ല, വായിച്ചു പഠിക്കണം. അത് പറയാൻ MD വാസുദേവൻ നായരെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇല്ലെങ്കിലും ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം പറയേണ്ട കാര്യം. അദ്ദേഹം എന്തോ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഇളക്കം. അദ്ദേഹത്തിൽ നിന്ന് തോന്നി പറഞ്ഞു തരുന്നത് ഉടനെ കേരളത്തെ സാഹിത്യകാരന്മാർക്ക് അന്നേരമാണ് ഉൾപ്പെടെ ഓരോരുത്തരും പറഞ്ഞു തുടങ്ങാണ്. ഇതുവരെ എന്താ പറയുന്നത്? അത് തന്നെ കീരിത്വമാണ്. പറയണമെന്നല്ല, ഇപ്പം പറയാനുണ്ടായത് എന്താ നേരത്തെ പറയാനേ, അതും ഒരു ഷോയാണ്. അപ്പം അതൊക്കെ വലിയ വിപ്ലവമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന അദ്ദേഹം നല്ല കാര്യം ഇതോട് പറഞ്ഞല്ലോ. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ എല്ലാ അഭിപ്രായവും അവർ പറയട്ടെ. MD പറയാൻ MDക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് പറയട്ടെ. അത് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ലേ. നമ്മളെന്തിനാ അതിനെപ്പറ്റി ചുഴിഞ്ഞ് ആലോചിക്കേണ്ട കാര്യം? സുധാകരൻ സാറിനോട് തന്നെ ചോദിക്കണം എന്താ പറയാൻ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 പുതിയ കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചു. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് വാഹനം തകർത്ത 2 കേസുകളിലാണ് ജാമ്യം. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ആണ് ജാമ്യം അനുവദിച്ചത്. DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിലെയും നിലവിൽ റിമാൻഡിലായ കേസിലെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. സംസ്ഥാനത്ത് IPS തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. ഹർഷിത അട്ടല്ലൂരിയെ പോലീസ് ആസ്ഥാനത്തെ IG ആയി നിയമിച്ചു. സ്പർജൻ കുമാറിന് സുരക്ഷാ വിഭാഗം IG-യുടെ അധിക ചുമതല നൽകി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ A. അക്ബറിനെ ക്രൈംബ്രാഞ്ച് IG ആയി മാറ്റി നിയമിച്ചു. ശ്യാം സുന്ദറാണ് പുതിയ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. T. നാരായണൻ വയനാട് ജില്ലാ പോലീസ് മേധാവിയാകും. മുഖ്യമന്ത്രിയാകണമെന്ന മോഹം തന്റെ മനസ്സിന്റെ 4 അയലത്ത് പോലുമില്ലെന്ന് മുൻ മന്ത്രി KK ശൈലജ. 2ാം പിണറായി സർക്കാരിൽ ആരും തഴഞ്ഞിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പാർട്ടി പറഞ്ഞാൽ ആലോചിക്കും. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് KK ശൈലജ നിലപാട് വ്യക്തമാക്കിയത്. കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന ആശയത്തോട് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചേർത്ത് വായിക്കപ്പെട്ട പേരാണ് KK ശൈലജ. 1-2 പേർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പൊതുവികാരമായി കണക്കാക്കേണ്ടതില്ലെന്നാണ് ചർച്ചകളോട് KK ശൈലജയുടെ പ്രതികരണം. വനിതാ മുഖ്യമന്ത്രി വേണമെന്ന വാദത്തിൽ കഴമ്പില്ല. വനിതയാണെന്നതിന്റെ പേരിൽ ആർക്കും അവസരങ്ങൾ നഷ്ടമാകാതിരുന്നാൽ മതിയെന്ന് മുൻ മന്ത്രി.
ഞങ്ങളുടെ പാർട്ടിക്കകത്ത് എങ്ങനെയാകണം എന്താകണമെന്ന് ഞങ്ങൾ കൂട്ടായ തീരുമാനമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി കസേര സ്ത്രീ ആയാലും പുരുഷനായാലും ഞങ്ങളുടെ പോളിസി ഒന്നാണ്. അപ്പം ഞങ്ങൾ ചർച്ച ചെയ്ത് വരുമ്പം ആർക്കാണ് ഈ ഉത്തരവാദിത്വം ഏറ്റവും നന്നായിട്ട് നിർവഹിക്കാൻ കഴിയുക? അതൊരു പുരുഷനാണെങ്കിൽ ആ കീ പോസ്റ്റിൽ ആ പുരുഷനെ തിരഞ്ഞെടുക്കും. അതല്ല, അവരെക്കാളൊക്കെ സാധ്യതയുള്ളതൊരു സ്ത്രീയാണെങ്കിൽ ഞങ്ങളതിന് മടിക്കാറില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അകൽച്ചയെന്ന വാദങ്ങളെ കെ ശൈലജ തള്ളി. രണ്ടാം പിണറായി സർക്കാരിൽ ആരും തന്നെ തഴഞ്ഞിട്ടില്ല. താൻ പിണറായി വിജയന്റെ ഗുഡ് ലിസ്റ്റിലുള്ളയാളാണെന്നും കെ ശൈലജ പറഞ്ഞു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഗുഡ് ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ പാർട്ടിക്കകത്തും എല്ലാം വളർന്നു വരാനുള്ള ഒരു ഘടകം അതും കൂടിയാണല്ലോ. ഒരു വ്യക്തിയുടെ മാത്രമല്ല. എന്നെക്കുറിച്ച് പറയുന്ന അവസരത്തിലല്ല അദ്ദേഹം പറഞ്ഞത് എന്താ, ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള ആളാണ് ശൈല ടീച്ചർ. അപ്പോൾ ഇതെല്ലാം ഒരു സാങ്കല്പിക സൃഷ്ടിയാണ്. മുഖ്യമന്ത്രിയുടെ ഗുഡ് ലിസ്റ്റിൽ ഞാനില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അഭിപ്രായം പാർട്ടിക്കുള്ളിൽ പറയും. മത്സരിക്കുന്ന കാര്യം പാർട്ടി നിർദ്ദേശമനുസരിച്ച് തീരുമാനിക്കും. ഞങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടേ ഇല്ല. പാർട്ടിക്കകത്താണല്ലോ ഈ ചർച്ചയെല്ലാം നടക്കുക. അത് കഴിഞ്ഞ് മുന്നണിക്കകത്ത് നടക്കണം. ഏത് സീറ്റ്, ഈ ഘടകകക്ഷികളിൽ ആർക്ക്, ഇനി ഓരോ കക്ഷിക്കും ഒരു സീറ്റ് കിട്ടിയാൽ അവരുടെ സ്ഥാനാർത്ഥി ആര്, ഈ ചർച്ചയൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടങ്ങിയിട്ടില്ല. MTയുടെയും M മുകുന്ദന്റെയും രാഷ്ട്രീയ വിമർശനങ്ങൾ CPIM ഉൾക്കൊള്ളുമെന്നും കെ ശൈലജ 24നോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.